രാഷ്ട്രീയമായ ഇടപെടൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ട് വരുന്ന കാര്യമാണ്. എക്സലോജിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവിഷ്കാരം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. BJPയുടെ തന്നെ ഭാഗമായിട്ടാണ്. BJPയുടെ ഭാഗമായിട്ട് ഈ കാര്യം കോടതിയിൽ വരുമ്പോൾ തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിൻ്റെ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു കാര്യം വന്നിട്ടുള്ളത് എന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ്. എക്സലോജിക്ക് പ്രശ്നം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഇല്ല. അപ്പോൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, BJP ഇത്തരത്തിലൊരു കേസും ഇപ്പോഴും BJPയുടെ ഭാഗമായിട്ട് ചേരുന്ന അവസ്ഥയും ഒക്കെ വന്നപ്പോൾ കേരള നിയമസഭയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇതേ BJP നിലപാടാണ്. അവിടെ BJPക്കാരില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കുറവും നിയമസഭക്കകത്തും പുറത്തും UDFൻ്റെ ഭാഗമായിട്ടുള്ള MLA മാരും അതുപോലെ നേതാക്കളും ഒരു കുറവും വരുത്തുന്നില്ല. അവരും ഇതേ നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് വരുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഈ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുക. കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അല്ലാത്ത നേതൃനിരയിലുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് വരുമ്പോൾ അതിനെയെല്ലാം തീർച്ചയായിട്ടും BJP പക്ഷത്തു നിന്നുകൊണ്ട് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. ഇപ്പോൾ BJPയുടെ പല കേസുകളും കൈകാര്യം ചെയ്യുന്ന UDFൻ്റെ ഒരു MLA തന്നെയാണ് നിയമസഭക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് പിന്നീട് UDF ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ചിത്രം. ഇപ്പോൾ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ UDF MP-മാർ ഇടപെടുന്നില്ല എന്ന പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. സംസ്ഥാന നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട നമ്മുടെ ലഭിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കാതിരിക്കുന്ന, അതിനു വേണ്ടി ഒരു തരം ഉപരോധം തന്നെ തീർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതേ നയമാണ് UDF MP-മാരും പിൻപറ്റുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് MLA-മാരും നിയമസഭയിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന കാര്യത്തിലും BJPയും കോൺഗ്രസും ഒന്നായി നിൽക്കുന്ന ഒരു സ്ഥിതി നിയമസഭക്കകത്തും പുറത്തും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് പോലും BJPക്കെതിരെ നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല, MP-മാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ MLA-മാരെ സംബന്ധിച്ചും പറയുമ്പോൾ അത് തന്നെയാണ്, തയ്യാറാവാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.